ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഏതോ ജന്മ കൽപ്പനയിലെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡായിട്ട് പറയാൻ പോണത്. അപ്പൊ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ഇട്ടതിന്റെ ബാക്കിയായിട്ടാണ് ഞാൻ പറയണത്. അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെയും ഈ മിനിഞ്ഞാന്നത്തൊക്കെ ഞാൻ എപ്പിസോഡ് റിവ്യൂ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ട് മാത്രം ഇത് കാണുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവില്ല കേട്ടോ. അപ്പൊ ഞാൻ പറയാൻ പോണത് നമ്മുടെ ഇനി നടക്കാൻ പോകുന്ന ഒരു അടിപൊളി ഭാഗമാണ്. അപ്പൊ ഞാനിത് പറഞ്ഞ വെച്ചാൽ ഇപ്പൊ എപ്പിസോഡ് ഹിന്ദിയും തമിഴ് എപ്പിസോഡൊക്കെ അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഞാൻ വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 10 വർഷം മുമ്പ് കണ്ട ഈ ഒരു എപ്പിസോഡിന്റെ ആ ഒരു ഓർമ്മയിലാട്ടോ ഞാൻ റിവ്യൂ പറയാൻ പോണത്. അങ്ങനെ ഇന്നലെ പറഞ്ഞ ഭാഗം എന്ന് പറഞ്ഞ ശ്രുതിക്ക് മനസ്സിലാവാണ് അശ്വിൻ ലണ്ടനിൽ ഇല്ല എന്നുള്ള സത്യം ശ്രുതി മനസ്സിലാക്കുന്ന ഭാഗമാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, ലണ്ടനിൽ നിന്ന് ശ്രുതിനെ വിളിച്ചിട്ടുണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അശ്വിനോട് എത്തിയിട്ടില്ല, അശ്വിന് ഒരു കോണ്ടാക്ട് ചെയ്യാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലാവുന്നത് അശ്വിൻ ലണ്ടനിൽ എത്തിയിട്ടില്ല എന്നുള്ള സത്യം. അത് മനസ്സിലാക്കുന്ന ശ്രുതി ആകെ ഞെട്ടിപ്പോയിട്ട് തകർന്നിരിക്കുന്ന ഭാഗമാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് പറഞ്ഞത്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ശ്രുതി അങ്ങനെ ആകെ ടെൻഷനിലാണ് കേട്ടോ. അശ്വിൻ സാറിന് എന്താ പറ്റിയത് ഒന്നും അറിയില്ലല്ലോ, 2 ദിവസം അശ്വിൻ സാർ ഇവിടുന്ന് മാറി നിന്നിട്ട് എന്താ സംഭവിച്ചത് ഒന്നും മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ ടെൻഷനായിട്ട് നിൽക്കാണ് ശ്രുതി. അതേസമയം ശ്രുതിയുടെ വെപ്രാളോ, പിന്നെ അശ്വിനാണെങ്കിൽ വീട്ടിലേക്ക് ആരെയും വിളിക്കണമെന്നില്ല, അല്ലെങ്കിൽ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഓഫീസിൽ പോയെങ്കിൽ പോലും അഞ്ജലിനെ ഒരു 100 വട്ടം വിളിക്കണതാണ് അശ്വിൻ. മരുന്ന് കഴിച്ചോ, എന്ത് ചെയ്യാ ചേച്ചി, ഭക്ഷണം കഴിച്ചോ, കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ചോ, ചേച്ചിക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ, മുത്തശ്ശി എന്തേണോ എന്നൊക്കെ ചോദിച്ചൊരു 100 വട്ടം വിളിക്കണം അശ്വിൻ. ഇപ്പൊ ലണ്ടനിലേക്ക് പോയിട്ട് 2 ദിവസമായിട്ടും ആരെയും തന്നെ വിളിക്കുന്നില്ല. ഇതിന് പിന്നിൽ എന്തെങ്കിലും ചുറ്റിക്കളി ഉണ്ടോ എന്ന് മനോരമക്ക് വല്ലാതെ സംശയം തോന്നുന്നു കേട്ടോ. മനോരമ ഒരു ഡിറ്റക്റ്റീവിനെ അവിടെ ഇറക്കുവാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനായിട്ട് ഈ അശ്വിൻ സാർ എവിടെയാ പോയത് ഒന്നും മനസ്സിലാവുന്നില്ല എന്ന ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് മുത്തശ്ശിയും അതുപോലെ തന്നെ അഞ്ജലി കൂടി സംസാരിക്കണത് ശ്രുതി കേൾക്കുക കേട്ടോ. അഞ്ജലി പറയുന്നുണ്ട് മുത്തശ്ശിയെടുത്ത്, മുത്തശ്ശി ഇത്ര ദിവസമായി കുഞ്ഞിനെ എന്നെ ഒന്ന് വിളിച്ചിട്ട് അവനെന്തൊരു സംഭവം അപകടം പറ്റുമെന്നും എനിക്ക് പേടിയാവുന്നു. സ്വപ്നത്തിലൊക്കെ എനിക്കെന്തോ അവന്റെ എന്തോ അപകടം പറ്റിയ പോലെയൊക്കെ തോന്നുവാണ്. മരിച്ചുപോയ അമ്മേനെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്, എനിക്ക് പേടിയാവുന്നു മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ആകെ കരഞ്ഞോണ്ടിരിക്കുകയാണ് അഞ്ജലി. അപ്പൊ മുത്തശ്ശി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് നോക്കാം, കുഞ്ഞിനെ വിളിക്കാന്ന് പറയണം. അങ്ങനെ നമ്മുടെ അശ്വിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടിയിട്ട്. അപ്പൊ അഞ്ജലിയും മുത്തശ്ശിയും വിളിക്കുമ്പോൾ നമ്മുടെ അശ്വിനെ കിട്ടുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ ഇതെല്ലാം തന്നെ ശ്രുതി കാണുന്നുണ്ട്. അപ്പൊ അതിനുശേഷം അഞ്ജലി പറഞ്ഞു അയ്യോ കുഞ്ഞിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ മുത്തശ്ശി, നമുക്കൊരു കാര്യം ചെയ്യാം, ലണ്ടനിൽ അവൻ നിൽക്കുന്ന ഫ്ലാറ്റ് ഉണ്ടല്ലോ അവിടെ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വിളിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് ശ്രുതി മൊബൈൽ എടുക്കാണ്. ശ്രുതിയുടെ മൊബൈൽ എടുത്തിട്ട് അതെ അതെ ഇല്ല സർ, അങ്ങനെയൊന്നും ഇല്ല കുഞ്ഞാ, അതെ അതെ സർ, അതെ സർ, അശ്വിൻ സർ, ഇല്ല സർ, കുഴപ്പമില്ല സർ, എന്റെ കുഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അപ്പൊ ഈ സംസാരം കേൾക്കുമ്പോഴേക്കും അഞ്ജലി മുത്തശ്ശി ശ്രുതി സംസാരിക്കണം നമ്മുടെ കുഞ്ഞിനോടാണോ, അതേ തോന്നണോ, അവൾ അശ്വിൻ സാർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അപ്പൊ കുഞ്ഞിനോട് തന്നെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും അതുപോലെ തന്നെ മുത്തശ്ശിയും കൂടി അശ്വിന്റെ അടുത്ത് ശ്രുതിയുടെ അടുത്തേക്ക് പോവാട്ടോ. ശ്രുതി കുഞ്ഞനാണോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ തല ആട്ടുന്നുണ്ട്. അതെ അതെ എന്ന് പറയാണ്. ഇവിടെ ആർക്കും കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സുഖമായിട്ടിരിക്കണോ, സാർ ടെൻഷൻ ഒന്നും അടിക്കണം കേട്ടോ, അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഒരു കുഴപ്പമില്ല. അതെ അതെ ഹലോ സർ, റേഞ്ച് കുറവാണ് സർ. അവിടെ റേഞ്ച് കുറവാണോ, ലണ്ടനിൽ എങ്ങനെയുണ്ട് സർ, മഴയൊക്കെ ഉണ്ടോ, അവിടെ ചൂടാണോ തണുപ്പാണോ സർ എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അഞ്ജലി ഇങ്ങനെ ശ്രുതിനെ ചോദിക്കുന്നുണ്ട്, ശ്രുതി ഫോൺ താ എനിക്ക് സംസാരിക്കണം, കുഞ്ഞിനോട് എനിക്ക് സംസാരിക്കണം എന്ന് അഞ്ജലി ഇങ്ങനെ പറയണം. അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ ടെൻഷൻ ആവണം. ശ്രുതി പെട്ടെന്ന് ഹലോ ഹലോ സർ, കേൾക്കുന്നില്ലേ, കുഴപ്പമില്ല സർ, കുഴപ്പമില്ല സർ, പിന്നെ വിളിച്ചാൽ മതി സർ, കേൾക്കുന്നില്ല അല്ലേ, അഞ്ജലി ചേച്ചി കേൾക്കുന്നില്ലെന്നാ പറഞ്ഞ, പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ആണോ, എന്തായാലും കുഞ്ഞൻ വിളിച്ചല്ലോ സമാധാനം എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അവിടെ നിന്ന് പോവാണ്. ശേഷം ശ്രുതി ഇങ്ങനെ ഫോൺ ചെവിയിൽ തന്നെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക കേട്ടോ. അപ്പൊ മുത്തശ്ശി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിനെ. പെട്ടെന്ന് ശ്രുതിയുടെ മൊബൈലിലേക്ക് വേറെ ആരുടെ കോൾ വരുവാണ്. അതായത് ശ്രുതി വെറുതെ ഇങ്ങനെ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഒറിജിനൽ വേറെ ആരോ ശ്രുതിനെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ ഫോൺ ബെല്ലടിക്കുവാണ്. ഫോൺ ബെല്ലടിക്കുമ്പോഴേക്കും മുത്തശ്ശിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്, ശ്രുതി ആരത്തോ സംസാരിക്കുന്നതല്ല, വെറുതെ ഇങ്ങനെ കാണിച്ച് ഗോഷ്ടി കാണിക്കാന്ന് മുത്തശ്ശിക്ക് മനസ്സിലാവാണ്. മുത്തശ്ശി കരഞ്ഞുകൊണ്ട് ശ്രുതിനെ മാറ്റി നിർത്തിയിട്ട് ചോദിക്കുന്നുണ്ട്, ശ്രുതി സത്യം പറ, നീ കുഞ്ഞിനോട് തന്നെയാണോ സംസാരിച്ചു ചോദിക്കുമ്പോൾ ശ്രുതി പൊട്ടിക്കരയാണില്ല മുത്തശ്ശി, അശ്വിൻ സാറിനോടൊന്നല്ല ഞാൻ സംസാരിച്ചത്, ഞാൻ വെറുതെ ഫോൺ പിടിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു, അഞ്ജലി ചേച്ചി വിഷമിക്കണത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, അശ്വിൻ സാർ എന്നെ വിളിച്ചിട്ടൊന്നുമില്ല, ഞാനിങ്ങനെ അഭിനയിച്ചാണെന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ കുഞ്ഞിന് എന്ത് പറ്റി ശ്രുതി, ഇനി അഞ്ജലി പറഞ്ഞ പോലെ കുഞ്ഞിന് എന്തെങ്കിലും അപകടം എന്തെങ്കിലും സംഭവിച്ചോ, മുത്തശ്ശി അങ്ങനെയൊന്നും വിചാരിക്കില്ലേ, അശ്വിൻ സാറിന് ഒന്നും സംഭവിച്ചു കാണില്ല, നമ്മുടെ ടെൻഷൻ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നതാ, അശ്വിൻ സാർ ചിലപ്പോൾ എന്തെങ്കിലും വർക്കിന്റെ തിരക്കൊക്കെ ആയതുകൊണ്ടായിരിക്കാം എന്ന് പറയുമ്പോ എത്ര തിരക്കാണെന്നുണ്ടെങ്കിലും അവൻ അഞ്ജലിനെ വിളിക്കാതിരിക്കില്ല, ഇതാദ്യമായിട്ട് അവൻ ഇങ്ങനെ ചെയ്യണത്, എനിക്കെന്തോ
ഒന്ന് എന്തോ പറയാതെ പേടി തോന്നണം, എന്തോ കുഞ്ഞിന് എന്തോ സംഭവിച്ച പോലെ തോന്നുവാണ് എന്ന് പറയുന്നത്. മുത്തശ്ശിയും കരച്ചിൽ തുടങ്ങാണ്. അത് കാണുമ്പോൾ ശ്രുതിയും കരയാണ്. അപ്പൊ ശ്രുതി ഇങ്ങനെ പറയണ്ട, ഇല്ല മുത്തശ്ശി നോക്ക്, ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, അശ്വിൻ സാർ എവിടെ ഉണ്ടെങ്കിലും ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും, ഞാൻ തരുന്ന ഉറപ്പാണ് മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇങ്ങനെ ഉറപ്പ് കൊടുക്കാണ്. അപ്പൊ മനോരമക്ക് ഇങ്ങനെ സംശയം കേട്ടോ, അശ്വിൻ എവിടെ കാണാതായിട്ടുണ്ട്, അശ്വിൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്, മനോരമക്ക് നല്ല സംശയമുണ്ട്. അപ്പൊ മനോരമ ഇവരുടെ സംസാരം കേൾക്കുന്നുണ്ട്. ആഹാ, അപ്പൊ കുഞ്ഞൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടല്ലോ, ആ പുള്ളിക്കാരൻ ഇങ്ങനെ പറയാണ്, അപ്പൊ നമ്മുടെ കുഞ്ഞിനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, കുഞ്ഞിന് അപ്പൊ ലണ്ടനിൽ ഇല്ല, ശ്രുതി ഇവിടെ കാണിച്ചതൊക്കെ വെറും നാടകമാണ്. അപ്പൊ കുഞ്ഞിന് എന്താ സംഭവിച്ചത്, അവൻ എന്തെങ്കിലും അപകടം പറ്റുമോ, അതോ അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ പുള്ളിക്കാരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു പുള്ളിക്കാരൻ വരും കേട്ടോ, ഒരു ഗസ്റ്റ് റോളായിട്ട് ഒരു പുള്ളിക്കാരൻ വരുന്നുണ്ട്. അപ്പൊ ഇത് നമ്മുടെ അഞ്ജലി കേൾക്കുന്നുണ്ട്. അപ്പൊ അഞ്ജലി ഇങ്ങനെ ഒളിച്ചിരുന്നിട്ടാണ് അഞ്ജലി കേൾക്കുന്നത്. അപ്പൊ അഞ്ജലിക്ക് അത് ഷോക്ക് ആവാണ്. അങ്ങനെ മനോരമയുടെ വായിന്ന് അഞ്ജലി അറിയാണ് അശ്വിൻ എന്തോ അപകടം പറ്റിയെന്നുള്ള കാര്യം. അഞ്ജലി സന്തോഷത്തിലായിരിക്കും കേട്ടോ, കുഞ്ഞെ വിളിച്ചതെന്ന് പറഞ്ഞ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ഈ മനോരമ ഇയാൾക്ക് സംസാരിക്കുന്ന അഞ്ജലി കേൾക്കുന്നത്. അപ്പൊ അഞ്ജലി ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ. അഞ്ജലി കരയുമ്പോഴേക്കും മുത്തശ്ശി അങ്ങോട്ട് ഓടി വരികയാണ്. അഞ്ജലി മോളെ എന്ത് പറ്റി, അഞ്ജലി എന്ത് പറ്റി ചോദിക്കുമ്പോൾ അഞ്ജലി ഇങ്ങനെ ഇങ്ങനെ ആരോ മരിച്ച പോലെ ഇങ്ങനെ വാവിട്ട് ഇങ്ങനെ കരയാണ്. അപ്പൊ എല്ലാവരും അങ്ങോട്ട് കൂടി വരുന്നുണ്ട്. ആകാശവും പ്രീതിയും ശ്യാമും എല്ലാവരും വരുവാണ്. അഞ്ജലി ഇങ്ങനെ കണ്ടു, എന്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചു, എന്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചു, എനിക്ക് മനസ്സിലായി, എല്ലാവരും എന്നോട് കള്ളം പറയല്ലേ, കുഞ്ഞൻ ലണ്ടനിലൊന്നും ഇല്ല, എനിക്ക് മനസ്സിലായി, എന്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചു എന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ ശ്രുതി പറയണ്ട, ഇല്ല ചേച്ചി, അശ്വിൻ സാർ ലണ്ടനിലുണ്ട്, ചേച്ചിയുടെ താര ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഇല്ല നിങ്ങളെല്ലാവരും എന്നോട് കള്ളം പറയാണ് എന്നൊക്കെ പറയാണ്. ശ്യാം പതുക്കെ അവിടെ നിന്ന് ഇങ്ങനെ മുങ്ങുവാട്ടോ. എന്നിട്ട് ശ്യാം ആ ഗുണ്ടകളെ വിളിക്കുവാണ്. എന്നിട്ട് അശ്വിന്റെ കയ്യിൽ ഫോൺ കൊടുക്കണം, ലണ്ടനിലാണെന്ന് പറയിപ്പിക്കണം അവനെ കൊണ്ട്, അവന്റെ ചേച്ചിയുടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയിപ്പിക്കണം എന്ന് ഗുണ്ടകളെടുത്ത് പറയാണ്. അങ്ങനെ അശ്വിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആക്കിയിട്ട് ഗുണ്ടകള് അശ്വിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കണം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ബന്ധിക്കപ്പെട്ടു എന്ന് പറയരുത്, പറഞ്ഞു കഴിഞ്ഞാല് നിന്നെ കൊന്നു കളയും. അശ്വിന്റെ കയ്യും കാലൊക്കെ ഇങ്ങനെ കെട്ടിട്ടിരിക്കുക കേട്ടോ. എന്നിട്ട് പറയും, നിന്റെ ചേച്ചിയുടെ ഭയങ്കര കരച്ചിലാണ്, നിന്റെ ചേച്ചി ചത്തു പോണ രീതിയിൽ കരഞ്ഞോണ്ടിരിക്കുക, അവിടെ നിന്റെ ചേച്ചി പ്രഗ്നന്റും കൂടിയാണല്ലോ, അതുകൊണ്ട് നീ സംസാരിക്കുക, ലണ്ടനിലാണ്, സുഖമായിട്ടിരിക്കുകയാണ്, ഞാൻ സമയം കിട്ടുമ്പോൾ ചേച്ചിനെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഫോൺ കൊടുക്കണം അശ്വിന്റെ കയ്യിൽ. അങ്ങനെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഫോൺ മേടിച്ചിട്ട് ഇങ്ങനെ അഞ്ജലിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അഞ്ജലി ഞെട്ടിപ്പോവാണ് അശ്വിന്റെ ഫോൺ കാണുമ്പോഴേക്കും. ശ്രുതിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവട്ടെ അശ്വിന്റെ കോള് വരുന്ന കാണുമ്പോഴേക്കും. ഫോൺ എടുക്കുക അഞ്ജലി ചേച്ചി ശ്രുതി പറയാണ്. അഞ്ജലി കൈ വിറച്ച് ഫോൺ എടുക്കുകയാണ്. ഹലോ കുഞ്ഞ, ആ ചേച്ചി, ഞാനാ ചേച്ചി, കുഞ്ഞ നീ എന്താ കുഞ്ഞ വിളിക്കാത്തെന്ന് പറഞ്ഞ പിന്നെ ഭയങ്കര കരച്ചിലാണ്. അപ്പൊ എല്ലാവരും ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ആ സമയത്ത് ശ്യാം അവിടെ ഇല്ല. ശ്രുതി അത് ശ്രദ്ധിക്കണൊക്കെ ഉണ്ട്, ശ്യാം അവിടെ ഇല്ലാത്ത കാര്യമൊക്കെ. അങ്ങനെ അശ്വിൻ പറഞ്ഞിട്ട്, ചേച്ചി എനിക്ക് വിഷമമൊന്നും കുഴപ്പമൊന്നുമില്ല ചേച്ചി ഇങ്ങനെ വിഷമിച്ചിരിക്കല്ലോ കേട്ടോ, ഞാൻ 2 ദിവസത്തിൽ തന്നെ വരും ചേച്ചി, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയാണ്. അപ്പൊ എല്ലാവർക്കും ഭയങ്കര സമാധാനം. അപ്പൊ എല്ലാവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. ഇങ്ങനെ മാറി മാറി ആ മുത്തശ്ശിയെടുത്തും ആകാശിനോടൊക്കെ അശ്വിൻ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അവസാനം ശ്രുതിയുടെ അടുത്ത് ഫോൺ കൊടുക്കാൻ വേണ്ടി അശ്വിൻ പറയുന്നുണ്ട്. അങ്ങനെ ശ്രുതിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുമ്പോഴേക്കും അശ്വിന് വല്ലാത്തൊരു വിഷമം തോന്നുവാണ്. ശ്രുതി ഹലോ എന്ന് പറഞ്ഞിട്ട് വിഷമത്തോടെ പറയുമ്പോൾ അശ്വിനും ഹലോ ശ്രുതി എന്ന് വിളിക്കണം. ആ വിളി കേൾക്കുമ്പോൾ ശ്രുതി കരഞ്ഞു പോകാട്ടോ. ശ്രുതിക്ക് എന്തൊക്കെയോ ഒരു ടെൻഷൻ പോലെ ആവാണ്. അശ്വിനും എന്തൊക്കെയോ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. അങ്ങനെ ശ്രുതിക്ക് ആ ഒരു അശ്വിന്റെ ആ ഒരു ശ്വാസത്തിൽ നിന്ന് പോലും മനസ്സിലാവാണ് അശ്വിന് എന്തൊരു അപകടം പറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ ഇത്രയും ഭാഗം ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. ഇനി അടുത്ത ഭാഗം അടുത്ത എപ്പിസോഡ് റിവ്യൂ ആയിട്ട് പറയാം. എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. ഇത് ഒരുപാട് ഉണ്ട് കേട്ടോ. ഞാനിപ്പോ പറഞ്ഞത് 2 ദിവസത്തെ എപ്പിസോഡ് ചുരുക്കിയാണ് ഒരു 8 മിനിറ്റ് ആക്കി ഞാനിപ്പോ പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.